രാശികളിൽ ജീവിവർഗമനുസരിച്ച് തരംതിരിക്കാം. അവയിൽ ചിലത് നോക്കാം. 4 കാലുള്ള ജീവിവർഗത്തിൽ പെടുന്നവ അല്ലെങ്കിൽ ചതുഷ്പാദ രാശികൾ മേടം, ഇടവം, ചിങ്ങം, ധനുവിന്റെ പകുതി ഭാഗം, മകരം ഇവയാണ്. 2 കാലുള്ള രാശികൾ അല്ലെങ്കിൽ ദ്വിപാദ രാശികൾ മനുഷ്യരാശികളെന്നും അറിയപ്പെടും. മിഥുനം, കന്നി, തുലാം, കുംഭം, ധനുവിന്റെ ആദ്യ പകുതി ഇവ ദ്വിപാദ രാശികളിൽ പെടുന്നു. ബഹുപാദ രാശി വൃശ്ചികം മാത്രമേ ഉള്ളൂ ബഹുപാദ രാശി. അത് ഇഴജന്തുക്കള് അങ്ങനെയുള്ള ആ ജീവികളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ജലരാശികൾ കർക്കിടകം, മീനം, മകരത്തിന്റെ അവസാന പകുതി എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ കർക്കിടകം, മീനം, വൃശ്ചികം ജലരാശിയിലും പെടുത്താറുണ്ട്. അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകം മൃഗങ്ങളെയും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രശ്ന ശാസ്ത്രത്തിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ ജാതകം നോക്കുമ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറില്ല. എന്നാലും അറിഞ്ഞിരിക്കേണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വാസ്തവങ്ങൾ കണ്ടുപിടിക്കാനും കാണാതെ സാധനങ്ങൾ കണ്ടുപിടിക്കാനും ഓരോ മനുഷ്യന്റെ സ്വഭാവ രീതികൾ കണ്ടുപിടിക്കാനും പിന്നെ ഓരോരോ കാര്യങ്ങളുടെ പ്രത്യേക രീതികൾ കണ്ടുപിടിക്കാനും ഒക്കെ ഇവ ഉപയോഗിക്കാം.